നീ തുടങ്ങി. നിനക്ക് എന്നെ മനസ്സിലായിട്ടില്ലല്ലേ? നിൽക്കാനവിടെ നിൽക്കാനവിടെ അങ്ങനെ വിട്ട പറ്റില്ലല്ലോ. കുറച്ച് നാളായി നീ തുടങ്ങി. എന്താ ചെയ്യേ? ചെല്ലേ, അങ്ങോട്ട് ചെല്ലേ. അടി നീക്ക് കിട്ടിയോ ബാല? ഒന്നും പറയണ്ട കൊച്ചമ്മേ, എന്റെ ഗ്ലാമറും പോയി, എല്ലാം പോയി. പോരെ? എന്തേ ബാല? നമ്മുടെ ഗോമതിക്കുട്ടി കൈ വിടുമെന്ന് തോന്നിയപ്പോ കയറിലൊന്ന് ചവിട്ടി പിടിക്കാൻ നോക്കിയതാ. കവളം കുത്തി മറിഞ്ഞു. എന്റെ നട്ടെല്ല് പോയി കൊച്ചമ്മേ. അവിടെ ഞാൻ എഴുന്നേറ്റ് ചെന്നപ്പോ കണ്ട കാഴ്ച. എന്തെങ്കിലും ആപത്തുണ്ടായോ ബാല? എന്റെ 10 സെന്റിലുണ്ടായിരുന്ന ഞാറൊക്കെ ഇവള് തിന്ന് തീർത്തു കൊച്ചമ്മേ. അയ്യോ, കഷ്ടമായി പോയല്ലോ. നമ്മുടെ ഗോമതിക്കുട്ടി ആയി പോയില്ലേ? ഇല്ലെങ്കിൽ ഞാൻ മോളെ, ആ പാത്രം ഇങ്ങെടുത്ത്. കറന്നു കഴിഞ്ഞിട്ട് തരാടി കൊച്ചമണി. മതി മതി, ആടി ഇങ്ങട്. നിനക്ക് ഞാൻ തരില്ലേ? അമ്മയുടെ പോലെ തന്നെ. ഓ, കുമ്പിടുമ്പോ എന്തൊരു വേദന. നട്ടെല്ലെന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവോ? ഏയ്, ഞാൻ കുടിക്കട്ടെ, പിന്നെ നിനക്ക് തരാം. കൃഷ്ണ ഭഗവാൻ വരെ പാല് കട്ടുപിടിച്ചിട്ടുണ്ട്. പിന്നെ ബാല ഇത്തിരി പാല് കട്ടുപിടിച്ചിട്ട് ലോകം ഇടിഞ്ഞൊഴിഞ്ഞ് വീഴൊന്നുമില്ലല്ലോ. ഒരു പെണ്ണുണ്ടായിരുന്നു, അതിന്റെ കല്യാണം കഴിഞ്ഞു. ഇനിയുള്ള 6 ഏക്കർ തെങ്ങിൻ തോപ്പും 10 പറയ്ക്കുള്ള കണ്ടവും ഒരു ഗ്ലാമർ വീടും ചക്കന്റെ പേരില. ഇതൊന്നും നടന്നു കിട്ടിയാൽ മതിയായിരുന്നു. നടക്കും കൊച്ചമ്മേ, ഇല്ലെങ്കിൽ ഈ ബാലൻ നടത്തും. എന്ത് പറഞ്ഞു ബാല? എന്താ ബാല? അവർക്ക് പെണ്ണിനെ പിടിച്ചില്ല അത്രേ. ഒരു കണ്ണല്പം കോങ്ങണ്ണാന്ന്. നീ എന്താണ് പറയുന്ന ബാല? അവളുടെ കണ്ണിന് എന്ത് കുഴപ്പമെന്നാ? എനിക്ക് അറിഞ്ഞൂടെ കൊച്ചമ്മേ? രാജിക്കൊച്ചിന് ഞാൻ ഇന്നലെ കാണാൻ തുടങ്ങിയതാ. അവര് പറഞ്ഞതാ. കഴിഞ്ഞ പ്രാവശ്യം വന്ന എഞ്ചിനീയർ പറഞ്ഞു കയ്യിനെന്തോ കുഴപ്പമുണ്ടെന്ന്. അതിനു മുമ്പ് വന്ന വക്കീൽ പറഞ്ഞു ചുണ്ടു കോടിയതാണെന്ന്. ഈ വരുന്നവർക്കൊന്നും കണ്ണില്ലേ കാണാൻ? അല്ലെങ്കിലും വരുന്നവരെ പറഞ്ഞിട്ട് എന്താ കാര്യം? അവൾക്ക് മാലയോഗമായിട്ടില്ല. അഷ്ടമത്തെങ്കിൽ ആദ്യത്തിനാ നിൽക്കുന്നത്. ഭാര്യ പോവാന്ന് വിചാരിക്കുമ്പോ ആർക്കെങ്കിലും ഒരാൾക്ക് സുഖമില്ലാണ്ടാവും. ഇപ്പോഴില്ലാതില്ല. അനിമോന് ചെറിയൊരു ചുമയുണ്ട്. ആരാ അനിമോൻ? അനിമോൻ എന്ന് കാണിച്ചു കൊടുക്കടേ. അനിമോനെ, അവൻ ഉറങ്ങുവാ. കുട്ടികൾ ഇല്ല എന്നൊരു ദുഃഖമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോ അതിലും വലിയ ദുഃഖ. നമ്മുടെ കാര്യം വല്ലതും ശരിയായോ? ഒരു കാര്യം വന്നിട്ടുണ്ട്. നല്ല തറവാട്ടുകാരാ. ഒരു പക്ഷെ കേട്ടിട്ടുണ്ടായിരിക്കും. പൂത്തേഴത്ത് തറവാടെന്ന് പറഞ്ഞാൽ അത്രയ്ക്കും പേരും പെരുമയുള്ള തറവാടാ. കേട്ടിട്ടുണ്ട്. ചെറുക്കനെന്താ ജോലി? ചെക്കൻ മാഷാ. എങ്കിൽ നമുക്ക് ആലോചിക്കാം. ബാലൻ നാളെ തന്നെ വരെ കൊണ്ടുവരും. ആയിക്കോട്ടെ. പാടി. ഇനി കല്യാണ നിശ്ചയത്തിന് കാണാം. പോകാം. ആ കാറിൽ പോയതാരാ?
നമ്മുടെ സർക്കിളിന് മകളെ പെണ്ണ് കാണാൻ വന്നവരാ. എവിടുന്ന? ഈ പെരിഞ്ഞിനത്തുള്ളവരാ. ചെറുക്കൻ ബോംബെയിൽ എഞ്ചിനീയറാ. അടുത്ത ആഴ്ച വരും. അതിനു മുമ്പ് കല്യാണം ഉറപ്പിക്കണം. ചെറുക്കൻ വന്ന് കാണാണോ കല്യാണം ഉറപ്പിക്കുന്നത്? പണ്ടങ്ങ് ഒരു കല്യാണത്തിന് വെച്ച് രാജു കുഞ്ഞിനെ ചെറുക്കൻ കണ്ടിട്ടുണ്ട് അത്രേ. ചെറുക്കനെ ആണെങ്കിൽ സർക്കിൾ സാറിന് നേരത്തെ പരിചയമുള്ളതാണ്. രണ്ടു കൂട്ടർക്കും സമ്മതായി. ഈ 15-ാം തീയതി ജാതകം കൊടുക്കല. என்னம்மா டாக்ஸி வேணுமா? ₹12 கொடுங்க சார். മീറ്റർ ചാർജ് തരാം. சரி சரி இறங்கோ. ഈ സ്ഥലം അറിയോ? ഞാനിവിടെ ആദ്യമായിട്ട് വരുന്നതാ. വേറെ ആരെങ്കിലും ചോദിക്കും. ഇവിടെ ഇതിനു മുമ്പ് വന്നിട്ടില്ലേ? ഇല്ല. നോക്കട്ടെ. ഇതെവിടെയാണെന്നറിയോ? தெரியும் சார். വരൂ. ഇവിടെ ആരുമില്ലല്ലോ. ഇത് തന്നെയാണോ വീട്? ஆமா சார், இதான் கன்னியாபுத்தூர். ഇത് മിസ്സസ് ഗീതാനന്ദകുമാറിന്റെ വീടല്ലേ? ஓ நந்தகுமார் சாரா? டெல்லிக்கு டிரான்ஸ்ஃபர் ஆகி போயாச்சு. ഗീതാനന്ദകുമാർ സരിതയുടെ ആരാ? എന്റെ ഒരു കൂട്ടുകാരിയാണ്. അവളെ കാണാനാണ് ഞാൻ വന്നത്. സരിതയുടെ വേറെ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഇല്ല. ഇന്ന് തന്നെ നാട്ടിലേക്ക് തിരിച്ചു പോകണമെങ്കിൽ ഇനി വൈകിട്ട് ട്രെയിനുള്ളൂ. എന്ത് വേണമെന്ന് നമുക്ക് ആലോചിക്കാം. സരിത വരും. മിസ്റ്റർ രാജൻ ഇല്ലേ ഇവിടെ? ഉണ്ട്. നിങ്ങളാരാ? ഞാൻ രാജന്റെ ഒരു ഫ്രണ്ടാ. കയറി വരൂ. ഇരിക്കൂ. ഹലോ. നിനക്ക് വീട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായോ? ആ, ഇത് മിസ് സരിത. ഞങ്ങൾ ഒരു കമ്പാർട്ട്മെന്റിലായിരുന്നു. സരിത ഇവിടെ ഒരു കൂട്ടുകാരിയെ കാണാൻ വന്നതാ. പക്ഷെ അവര് ട്രാൻസ്ഫർ ഡൽഹിക്ക് പോയി. അപ്പോ സരിതയുടെ പെട്ടെന്നുള്ള യാത്രയായിരിക്കും അല്ലേ? അതെ.
ഉഷയ്ക്ക് ഹരീന്ദ്രനെ മനസ്സിലായോ? ഇല്ല. എന്റെ കോളേജ് കമ്പനിയെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ലേ, അതിലെ ഒരു അംഗമാണ്. നമ്മുടെ കോളേജ് ലൈഫിനെ കുറിച്ചുള്ള എല്ലാ വിവരവും ഞാൻ ഇവളോട് പറഞ്ഞിട്ടുണ്ട്. ആ, ഇതെന്റെ ഭാര്യ ഉഷ. എന്റെ പേര് സരിത. ആ, നിങ്ങൾ സംസാരിച്ചിരിക്കും. വാ, നമുക്കകത്തിരിക്കാം. ആ എടാ, സത്യം പറ, നിങ്ങൾ 1, 2, 3 അടിച്ച് വന്നല്ലേ? നീ പോടാ. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ ഒരേ കമ്പാർട്ട്മെന്റിലായിരുന്നു. ആ കുട്ടി ആദ്യമായിട്ടാണ് മദ്രാസിൽ വരുന്നത്. സ്ഥലം അറിയാത്തതുകൊണ്ട് ഞങ്ങൾ ഒന്നിച്ചു പോന്നു. ഇവിടെ വന്നപ്പോൾ അവർ ട്രാൻസ്ഫർ ആയി പോയെന്ന് അറിഞ്ഞു. ഒരു പെൺകുട്ടിയല്ലേന്ന് കരുതി ഇങ്ങോട്ട് വിളിച്ചതാ. കഴിയുമെങ്കിൽ ഇന്ന് തന്നെ, അല്ലെങ്കിൽ നാളത്തെ ട്രെയിന് ആ കുട്ടി മടങ്ങിപ്പോ. നിങ്ങളെ കണ്ടപ്പോ എനിക്കൊരു സംശയം തോന്നിയതാ.